രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ നടന്നത്. 5 ഘട്ടമായിട്ടായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. എന്നോടൊപ്പം ഇപ്പോൾ മാതൃഭൂമിയുടെ മുംബൈയുടെ ബ്യൂറോ ചീഫായ എൻ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ കൂട്ടലും കിഴിക്കലും ഒക്കെയാണ്. എന്താണ് അവരുടെയൊക്കെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ? രണ്ട് വിഭാഗങ്ങളും വിജയിക്കുമെന്ന കണക്കൂട്ടലിലാണ്. ഉദ്ധവ് പക്ഷം അടങ്ങുന്ന മഹാവികാസ് അഘാടി സഖ്യം മറാഠി മുസ്ലിം വോട്ടുകളുടെ ഒരു മാമൂൽ സഖ്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും എന്നാണ് അവർ കണക്കൂട്ടുന്നത്. മാമൂൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത്. അതേപോലെ ഈ BJP സഖ്യം നിലനിൽക്കുന്നതിൽ പ്രകാശ് അംബേദ്കർ മത്സരിക്കുന്നുണ്ട് പല സീറ്റുകളിലും. അപ്പോൾ പ്രകാശ് അംബേദ്കറിൻ്റെ ഫാക്ടർ ദളിത് വോട്ടുകൾ ഭിന്നിച്ചാൽ അത് BJP സഖ്യത്തിന് മഹായുതി സഖ്യത്തിന് വലിയ ഗുണകരമാവുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ 2019 48-ൽ 41 ഈ BJP അന്നത്തെ ശിവസേന, അതായത് അന്നത്തെ NDA സഖ്യത്തിനായിരുന്നു. ഇത്തവണ എത്രയാണ് BJP പ്രതീക്ഷിക്കുന്നത്? ഒരു ഏകദേശം അവരുടെ ഒരു ആഭ്യന്തര വിലയിരുത്തൽ. അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. കാരണം ഈ BJPക്ക് NCPനെ പിളർത്താൻ പറ്റി, ഒപ്പം തന്നെ ശിവസേനനെ പിളർത്താൻ പറ്റി. ഈ രണ്ട് വിഭാഗങ്ങളുടെയും കൂടി വോട്ടുകൾ കണക്കൂട്ടിയാൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു 30-35 സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേപോലെ ഇവരും പിന്നെ തങ്ങൾക്കും കിട്ടുന്ന മഹാവികാസ് അഘാടി സഖ്യം അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീധരൻ പറഞ്ഞതുപോലെ ഈ അതിൽ ഒരു കാര്യം, അതായത് ഈ മാമു സഖ്യത്തിനെ കുറിച്ച്, മാമു സഖ്യമല്ല മാമു ഫോർമുല, അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനൊക്കെ ആയി പോയപ്പോഴത്തേക്കും പലരും ഈ മാമു ഫോർമുലയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മറാഠ പാർട്ടികളെ നരേന്ദ്രമോദി പുലർത്തി എന്നുള്ളതാണല്ലേ അവരുടെ ഒരു പ്രൈഡിനെ ബാധിച്ചു എന്ന്. അതെ, മറാഠ പാർട്ടികളെ പുലർത്താൻ അവർക്ക് കഴിഞ്ഞു. കാരണം ഒന്ന് ശിവസേന പുലർത്തി കഴിഞ്ഞു, പിന്നെ NCPനെ പുലർത്തി. രണ്ടും മറാഠ പാർട്ടികളാണ്. അതുപോലെ തന്നെ ശരത് പവാറിനെ കുറിച്ചൊരു പ്രസ്താവന സാധാരണ ഈ നരേന്ദ്രമോദിക്ക് നാക്കുവഴിയൊന്നും ഉണ്ടാകാത്തതാണ്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് ഒരു വിവാദമായ പ്രസ്താവന ഉണ്ടായത്. അതെ, ഒരു ആത്മാവ് കിട്ടാതെ അലയുന്ന ഒരാളാണ് ശരത് പവാർ എന്ന് പറയേണ്ടി വന്നു. ശരിക്കും അങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവരുതെന്ന് ശരത് പവാർ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഏത് രീതിയിലാണ് ബാധിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്കൊരു ഈ ഇഷ്യൂകളിലേക്ക് നോക്കുകയാണെങ്കിൽ, കാരണം ശ്രീധേട്ടൻ കഴിഞ്ഞ ഒരു 1.5 മാസത്തോളമായി ഈ മേഖലകളിലേക്ക് വലിയ തോതിൽ സഞ്ചരിച്ച് ഇത് തന്നെയാണ്. നമുക്ക് ആദ്യം നമ്മൾ മാമൂസ് ഈ ഫോർമുലയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഈ OBC ദളിത് വോട്ടുകൾ വലിയ നിർണായകമാണ്. മുമ്പ് OBCയും ശരിക്കും മറാഠകളും കോൺഗ്രസിനും NCPക്കും കൂടി നിന്ന ആളുകളാണ്. പക്ഷേ ഇത്തവണ ഇത്തരം വോട്ടുകളിൽ ചെറിയ ഭിന്നിപ്പുകൾ ഉണ്ടാവും. ഇതിൻ്റെ ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ ഈ ഇന്ത്യ സഖ്യം ഇവിടെ മഹാവികാസ് അഘാടി സഖ്യം ഒരു വോട്ട് പരമാവധി സ്പ്ലിറ്റ് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? കാരണം CPM പോലും അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട്, കാരണം അങ്ങനെ അവർ നിൽക്കുകയാണെങ്കിൽ ഈ ദിന്തോരിയിൽ ഒരുപക്ഷെ വോട്ട് സ്പ്ലിറ്റ് ആകുമെന്നുള്ള ഓരോ സീറ്റും ഓരോ വോട്ടും അവർ ഈ പോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അല്ലേ? അതുണ്ട്. കാരണം ഈ ദിന്തോരി പോലുള്ള മണ്ഡലങ്ങളിൽ, സോലാപൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പിന്നെ അവിടെ CPM പ്രണതീഷിൻ്റെക്ക് പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ചെറിയ ഫാക്ടർ പോലും മഹാവികാസ് അഘാടി സഖ്യം നോക്കിയിട്ടുണ്ട്. അതേപോലെ BJP ഉള്ള മഹായുതി സഖ്യവും നോക്കിയിട്ടുണ്ട്. ഓരോ വോട്ടുകളും പരമാവധി ചെറിയ പാർട്ടികളെ തങ്ങളുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് മഹായുതി സഖ്യവും അതേപോലെ മഹാവികാസ് അഘാടി സഖ്യവും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഓരോ മേഖലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചെറിയ ഫാക്ടറികളാണ് ഈ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. ഈ വലിയ ഭൂരിപക്ഷമൊന്നും ആരും ഇല്ല, വലിയ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെയുള്ള കാരണം ശ്രീധേട്ടൻ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയം വളരെ അടുത്ത് നിന്ന് കാണുകയും മറാഠ പൊളിറ്റിക്സിലെ പല രാഷ്ട്രീയക്കാരുടെയും ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അടിവരയിട്ട് പറയേണ്ടതാണ്. ഇത്തവണ ആര് വിജയിച്ചാലും ആ വിജയത്തിന് വലിയൊരു മാർജിൻ ഉണ്ടാകില്ല എന്നാണ് ശ്രീധേട്ട പറയുന്നത്. ശ്രീധേട്ട, ഈ തെരഞ്ഞെടുപ്പ് വന്നു, ഇപ്പോൾ റിസൾട്ട് ഈ മഹായുതി സർക്കാരിന് അനുകൂലം അല്ലെങ്കിൽ മഹായുതിക്ക് അനുകൂലമാണെങ്കിൽ എന്തായിരിക്കും ശരത് പവാറിൻ്റെ ഉദ്ധവ് താക്കറെയുടെയും ഭാവി?
ശരത് പവാറിന് ഉദ്ധവ് താക്കറെ അത് വലിയ രീതിയിലുള്ള ബാധിക്കൊന്നുമില്ല. പക്ഷേങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രവർത്തനം അത് അണികളിലും വലിയ ആവേശം ഉണ്ടാക്കും. ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മുഴുവൻ പിടിച്ചെടുക്കാനും അതിനുശേഷം വലിയ മാറ്റങ്ങളുണ്ടാവും. ഈ സഖ്യങ്ങളിൽ തന്നെ വിജയ പരാജയങ്ങളിൽ ഇപ്പം ഷിൻഡേക്ക് ഇത് തോറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഷിൻഡേക്ക് പ്രശ്നം ഉണ്ടാവും, അജിത് പവാറിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ബാരാമതി പോലുള്ള മണ്ഡലങ്ങളിൽ അജിത് പവാറിൻ്റെ പാർട്ടി തോറ്റിട്ടുണ്ട്. അജിത് പവാറിനുള്ള അജിത് പവാറിൻ്റെ വ്യക്തിത്വമാണ് ഇല്ലാതെ പോകുന്നത്. ഞാൻ ഈ ബാരാമതിയിൽ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസവും ഈ വോട്ടെടുപ്പ് ദിവസവും പോലും ആരടുത്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹമാരെ പരിവാർമേയും 2 പേരും ഞങ്ങളെ പരിവാറിലുള്ളതാണ്, ആരും ഒന്നും പറയുന്ന ഒരവസ്ഥയാണ് ഈ ബാരാമതിയിൽ കണ്ടിരുന്നത്. അതെ, ഇത് പവാർ കുടുംബത്തിൽ തന്നെയാണ് സുരേന്ദ്ര പവാർ മത്സരിക്കുന്നത്, സുപ്രിയ സുലെ മത്സരിക്കുന്നത്. ഈ ലാസ്റ്റ് ദിവസത്തെ അവർ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം ഈ പവാറിൻ്റെ ശരത് പവാർ പങ്കെടുത്ത യോഗത്തിൽ വലിയ ആളൊക്കെ ആയിരുന്നു. അത് വോട്ടായി മാറുമെന്നുള്ളത് അറിയില്ല. 2 കൂട്ടരും അവിടെയും വലിയ പ്രതീക്ഷയൊക്കെ വച്ച് പുലർത്തുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഞാനൊരു 3 ആഴ്ചയോളം ഈ മഹാരാഷ്ട്രയിൽ സഞ്ചരിച്ചിരുന്നത്. കോൺഗ്രസ് സത്യത്തിൽ ഈ മഹാവികാസ് അഘാഡിക്ക് വലിയ വിജയം കിട്ടുകയാണെങ്കിൽ ജാക്ക് പോട്ട് അടിക്കുന്ന കോൺഗ്രസ് ആണ് പല അർത്ഥത്തിലും. ഒന്ന്, യാതൊരു പ്രവർത്തനവും അവർക്ക് താഴെത്തട്ടിലൊന്നും കാണാൻ പോലും പറ്റിയില്ലായിരുന്നു. അവരുടെ പല സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇല്ലായിരുന്നു. ആകെ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടത് ബോംബെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന പൂനെയിലാണ്. ബോംബെയിലും കാര്യമായ പ്രവർത്തനമൊന്നും കണ്ടില്ല. ബോംബെ പിന്നെ ഒരു മെട്രോപൊളിറ്റൻ സ്ഥലമായതുകൊണ്ട് ഇല്ല. പക്ഷേ പൂനെയിൽ കുറച്ച് ഇങ്ങനെ അവർ വർക്കൊക്കെ ചെയ്യണ അവരുടെ ഒരു ക്യാമ്പയിനിങ്, ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് ഒക്കെ ഉണ്ട്. വേറെ ഒരിടത്തും കണ്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാണ് ഈ മാമു ഫോർമുല വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണകരമായിട്ട് വരാൻ വേണ്ടി സാധിക്കും. പിന്നെ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട് ചെറു പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ചിലപ്പോൾ കോൺഗ്രസിൽ ലയിക്കാൻ, NCP അടക്കം ലയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ശരത് പവാറിന് പ്രായമായി, 84 വയസ്സായി. പിന്നെ ഉള്ളത് സുപ്രിയ സുലെയാണ്. സുപ്രിയ സുലെക്ക് ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ആണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം. പിന്നെ അജിത് പവാറിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുലയും കൂടി പവാർ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീധരൻ പറഞ്ഞത്. അതായത് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതെന്ത് തന്നെ ആയാലും മഹാരാഷ്ട്രയിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം വലിയ തരത്തിലുള്ള സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടാകാം. ചെറിയ പാർട്ടികൾ പലതും ഈ മറ്റു പാർട്ടികളിലൊക്കെ ലയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹായുതി, അതായത് നിലവിലെ ഇവിടെ BJP ഉൾക്കൊള്ളുന്ന സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിലെ ഘടകകക്ഷികളായ ഷിൻഡെയുടെയും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെയും ഒക്കെ ഭാവി തന്നെ തുലാസിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ജൂൺ 4-ലെ വോട്ടെണ്ണൽ അത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷേ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നമുക്കും കാത്തിരിക്കാം ഈ ജൂൺ 4-ന് വരെ. നിലവിൽ മഹാരാഷ്ട്രയിൽ വലിയ ചൂടാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരൊക്കെ ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ചൂട് ഓരോ സമയം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയാണ്. ഈ പുറത്തുള്ള ചൂടല്ല കേട്ടോ, അകത്ത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ആ ചൂട് തിളച്ച് മറിയുകയാണ്. നമുക്ക് കാത്തിരിക്കാം ജൂൺ 4 വരെ എന്ത് സംഭവിക്കുമെന്നറിയാൻ.